ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. PM കിസാൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ രാജ്യത്തുടനീളമുള്ള കർഷകരെ സാമ്പത്തികമായി സഹായിക്കുന്ന ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിൽ ഒന്നാണ് PM കിസാൻ സമ്മാൻ നിധി. 18 ഗഡുക്കളിലൂടെ 36,000 രൂപയാണ് ഇതുവരെ പദ്ധതിയിലൂടെ കർഷകർക്കായി വിതരണം ചെയ്തിരിക്കുന്നത്. 19ാം ഗഡുവിനായുള്ള കാത്തിരിപ്പിലാണ് ഗുണഭോക്താക്കൾ. എന്നാൽ 19ാം ഗഡു വിതരണത്തിന് മുൻപ് തന്നെ കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് വന്നിരിക്കുകയാണ്. അതായത് ലക്ഷക്കണക്കിന് കർഷകർക്ക് ഇപ്രാവശ്യം തുക ലഭിക്കാതെയാകും. കർഷകരുടെ ഭാഗത്ത് നിന്ന് വന്ന ചില വീഴ്ചകളും കൃഷിഭൂമി വിറ്റുപോയതും സർക്കാർ പറഞ്ഞിരുന്ന എന്തെങ്കിലും കാര്യം ചെയ്യാത്തതൊക്കെയാണ് ഇത്തരത്തിൽ തുക മുടങ്ങുവാനുള്ള കാരണം. ഇതോടൊപ്പം തന്നെ ചില കർഷകർ വാങ്ങിയ തുക തിരിച്ചടക്കണമെന്ന റിപ്പോർട്ടുകളും എത്തുന്നുണ്ട്. PM കിസാന്റെ ആനുകൂല്യം വിതരണം ചെയ്യുന്ന സമയത്ത് കർഷകരെ സംബന്ധിച്ചിടത്തോളം അർഹതാ മാനദണ്ഡങ്ങൾ സർക്കാർ പറയുകയുണ്ടായി. പ്രൊഫഷണൽ യോഗ്യതയുള്ളവരും ആദായനികുതി അടക്കുന്നവരും അതുപോലെ സർവീസ് പെൻഷൻ വാങ്ങുന്നവരും സർക്കാർ ജീവനക്കാർക്കുമൊക്കെ ഈ ആനുകൂല്യം ലഭിക്കില്ല. ഈ നിയമങ്ങളുടെ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തും ഒരുപാട് കർഷകർക്ക് നോട്ടീസ് വരുന്നത്. അതായത് വിവിധ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ആദായനികുതി ഫയൽ ചെയ്തവരാണെങ്കിലും ഈ ഒരു നിയമം ബാധകമാകും. ഗുണഭോക്താവിൻ്റെ പേരിൽ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴുണ്ടായ മറ്റൊരു പ്രശ്നമാണിത്. അതിനാൽ തന്നെ അത്തരത്തിലുള്ളവർ അനർഹരായി പദ്ധതിയിൽ നിന്ന് മാറ്റപ്പെടും. മാത്രമല്ല വളരെ വൈകാതെ തന്നെ ഗവൺമെന്റിന്റെ നോട്ടീസും ഇവർക്ക് ലഭിക്കുന്നതാണ്. ഇതൊരു റിക്കവറി മാർഗമായിട്ടാണ് വരുന്നത്. അതായത് പലിശയില്ലാതെ തന്നെ പദ്ധതിയിൽ നിന്ന് വാങ്ങിയ തുക സർക്കാരിലേക്ക് തിരികെ അടയ്ക്കണം. അങ്ങനെ വരുമ്പോൾ പദ്ധതി വഴി നാളിതുവരെ വാങ്ങിയ 18 ഗഡുക്കളായ 36,000 രൂപ സർക്കാരിലേക്ക് തിരിച്ചടയ്ക്കണം. ഈ ഒരു അറിയിപ്പായിരിക്കും സർക്കാർ അയക്കുന്ന കത്തിലുണ്ടാകുക. അത് നമ്മൾ തിരിച്ചടച്ചില്ലെങ്കിൽ മറ്റു മാർഗങ്ങളിലൂടെ സർക്കാർ തുക തിരിച്ചു പിടിക്കും. റവന്യൂ റിക്കവറി പോലെയുള്ള മാർഗങ്ങളൊക്കെ സർക്കാർ ഇതിന് ഉപയോഗിച്ചേക്കാം. അതിനാൽ ഇത്തരത്തിൽ ചിലർക്ക് കത്തുകൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഇത്തരത്തിൽ ആനുകൂല്യം വാങ്ങുവാൻ അർഹനല്ല എന്ന് ബോധ്യപ്പെട്ടാൽ ഈ ആനുകൂല്യം സറണ്ടർ ചെയ്യുവാനുള്ള അവസരം PM കിസാന്റെ വെബ്സൈറ്റിൽ തന്നെയുണ്ട്. ഈ ആനുകൂല്യം ഒരുപാട് കർഷകർക്ക് ഇപ്രാവശ്യം മുടങ്ങുമെന്നുള്ള അറിയിപ്പുമുണ്ട്. അതായത് EKYC, ലാൻഡ് സീഡിംഗ്, ബാങ്ക് അക്കൗണ്ട്, ആധാർ സീഡിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് പരിശോധിക്കുക. ഇത് പൂർത്തിയാക്കാത്തവർക്ക് തുക മുടങ്ങുന്നതായിരിക്കും. ഇനി കൃഷിഭൂമി വിറ്റുപോയവർക്കും സ്ഥലത്തിന്റെ കരം തുടർച്ചയായി അടക്കാത്തവർക്കും അത്തരത്തിലുള്ള പല കാരണങ്ങളൊക്കെ കൊണ്ടും ചിലർക്ക് ആനുകൂല്യം തടസ്സപ്പെടും. ഈ മാസം 24-ാം തീയതി PM കിസാന്റെ 19ാം ഗഡുവായ 2,000 രൂപ വിതരണം ചെയ്യുമെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക.